ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലീഡ് കോഡ് പ്രോബ്ലം 19523 ഡിവൈസേഴ്സിൻ്റെ ജാവയിലുള്ള സൊല്യൂഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യനിൽ നമുക്കൊരു n എന്ന് പറയുന്ന നമ്പർ തന്നിട്ടുണ്ട്. ആ ഒരു നമ്പറിന് 3 ഡിവൈസർ ആണെങ്കിൽ നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്യണം. ബാക്കിയുള്ള കേസിൽ നമുക്ക് റിട്ടേൺ ഫോൾസ് ആണ് ചെയ്യേണ്ടത്. സോ നമുക്കൊരു n എന്ന് പറയുന്ന നമ്പർ തന്നിട്ടുണ്ട്. സോ ഈ n എന്ന് പറയുന്ന നമ്പറിന്റെ ഡിവൈസർ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിവൈസർ കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഡിഫോൾട്ട് ആയിട്ട് അതിന്റെ വാല്യൂ 2 ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 2 തൊട്ട് ആ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് വരെ ഉള്ള നമ്പേഴ്സ് വെച്ചിട്ട് ഈ n എന്ന് പറയുന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് n-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. സോ ആ കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. n എന്ന് പറയുന്ന നമ്പറിനെ i എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. സോ റിമൈൻഡർ 0 ആണെങ്കിൽ i എന്ന് പറയുന്നത് ആ നമ്പറിന്റെ ഒരു ഫാക്ടറാണ്. സോ നമ്മളൊരു വേരിയബിളിൽ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് i ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി n-നെ ആ ഫസ്റ്റ് ഫാക്ടർ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കും. സോ നമുക്ക് സെക്കൻഡ് ഫാക്ടർ കിട്ടും. അതിനുശേഷം നമ്മൾ ഈ ഫസ്റ്റ് ഫാക്ടറും സെക്കൻഡ് ഫാക്ടറും നമുക്ക് സെയിം ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഡിവൈസർ കൗണ്ടിന്റെ വാല്യൂ 1 ഇൻക്രിമെന്റ് ചെയ്യും. ഇനി ഈ രണ്ടും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നമ്മൾ ഡിവൈസർ കൗണ്ടിന്റെ വാല്യൂ 2 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യും. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഈ ഡിവൈസർ കൗണ്ടിന്റെ വാല്യൂ 3 കൂടുതലാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് നമ്മൾ റിട്ടേൺ ഫോൾസ് കൊടുക്കുന്നു. സോ ഈ ഫോർ ലൂപ്പ് കഴിയുമ്പോൾ നമ്മൾ ഒരു കണ്ടീഷൻ കൂടി എഴുതിയിട്ടുണ്ട്. ഡിവൈസർ കൗണ്ട് എന്ന് പറയുന്നത് 3 ആണോ എന്നൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. സോ ഇതിന്റെ റിസൾട്ട് എന്താണോ അതായിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഫൈനലി. സോ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ സൊല്യൂഷൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ടെസ്റ്റ് കേസ് പാസ്സായിട്ടുണ്ട്. നമുക്ക് ഈ സൊല്യൂഷൻ സബ്മിറ്റ് ചെയ്ത് നോക്കാം. സോ സൊല്യൂഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഗൈസ്.